പ്രിയപ്പെട്ടവരെ, ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഷാഫി പറമ്പിൽ എംപിയെ ലാത്തി കൊണ്ടടിച്ചതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കില്ല. വകുപ്പ് തല നടപടി വേണ്ടെന്ന നിലപാടിലാണ് ആഭ്യന്തര വകുപ്പ്. സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമാണെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്. ഇന്നലെ പക്ഷേ റൂറൽ SP KE ബൈജു പറഞ്ഞത് പോലീസുകാർക്ക് പിഴവ് പറ്റി, ചിലർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ്. ഇന്നലെ SP ബൈജു പറഞ്ഞത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ലാത്തിചാർജ് ഞങ്ങൾ പോലീസ് ചെയ്തിട്ടില്ല. ലാത്തിചാർജ് നിങ്ങൾ കണ്ടു കാണും. ഒരു കമാൻഡ് ചെയ്യും, വിസിലടിക്കും, അടിച്ചോടിക്കും. അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും MPനെ കൂടെ നിന്ന് പോലീസുകാർ പുറകിൽ നിന്ന് ലാത്തിക്കൊണ്ട് ഇങ്ങനെ കിട്ടുന്നൊരു ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ എല്ലാ വിഷയം നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല, ലാത്തിചാർജ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പോഴും ലാത്തി ചെയ്തിട്ടില്ല. ശരിയാണ്, SP പറഞ്ഞത് വളരെ കറക്റ്റാണ്. ലാത്തി ചാർജ് അവിടെ ക്രമമനുസരിച്ചൊന്നും ചെയ്തിട്ടില്ല. ലാത്തി ചാർജ് എന്ന് പറയുന്നത് സാങ്കേതികമായി അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഒരു പോലീസുകാരൻ പിറകിൽ നിന്നൊരു ബാറ്റിനെടുത്ത് വീശുന്നത് ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നാണ് ബൈജു പറഞ്ഞു വെച്ചത്. പക്ഷേ റൂറൽ SPയുടെ പ്രതികരണത്തിൽ സേനയ്ക്കുള്ളിൽ അതൃപ്തിയുണ്ടെന്നാണ് അറിയുന്നത്. അന്വേഷണം പൂർത്തിയാകും മുൻപ് ഉദ്യോഗസ്ഥരെ കുറ്റക്കാരാക്കി എന്നാണ് ആക്ഷേപം. SPയുടെ പരാമർശം കോൺഗ്രസ് ഇപ്പോൾ ആയുധമാക്കുന്നു. ചികിത്സയിൽ കഴിയുന്ന ഷാഫി പറമ്പിലിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് സന്ദർശിക്കും. പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാത്രി 7 മണിക്ക് മാർച്ച് നടത്തുമെന്നറിയുന്നു. സംഘർഷം നടന്ന സ്ഥലത്തെ കടകളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഇപ്പോൾ തുടരുന്നുണ്ട്. ഹരിമോഹനും അഭിജിത്ത് മുഴക്കുന്നും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഹരി, ഇന്നലെ SP പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, ബൈജു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കുഴപ്പമുണ്ടാക്കിയ ചില ഉദ്യോഗസ്ഥരുണ്ട്, അവരെക്കുറിച്ച് അന്വേഷിക്കുന്നുവെന്നാണ്. പക്ഷേ ആഭ്യന്തര വകുപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച വിഷയത്തിൽ നടപടി ഉണ്ടാവാനുള്ള സാധ്യത കുറയുന്നു എന്നാണ്. അത് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുവെന്നും ഒരു സാധാരണ സംഘർഷ മേഖലയിൽ നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ചെയ്തതേ ചെയ്തിട്ടുള്ളൂ എന്നുമാണോ ആഭ്യന്തര വകുപ്പിന്റെ നിരീക്ഷണം? അങ്ങനെയാണെങ്കിൽ SPയെ തള്ളുകയല്ലേ ആഭ്യന്തര വകുപ്പ്? അരുൺ, പൂർണ്ണമായിട്ടും SP തള്ളുന്നുവെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആഭ്യന്തര വകുപ്പ് ഇതിലെടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പോലീസ് നടപടിക്ക് അപ്പുറത്തേക്ക് ഒന്നും തന്നെ പേരാമ്പ്രയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. ആ പോലീസ് നടപടിയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള വീഴ്ചകളോ പാളിച്ചകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഷാഫി പറമ്പിലിന് അതിനിടയിൽ മർദ്ദനമേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷം ആയുധമാക്കുന്നതെങ്കിൽ പോലും അതൊരു പോലീസ് നടപടിക്ക് അപ്പുറത്തേക്കുള്ള മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിൽ ഉണ്ടായതാണ് എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് കരുതുന്നില്ല എന്നാണ്. ഇപ്പോൾ താഴെത്തട്ടിലുള്ള അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ. അതിലെന്തെങ്കിലും അതിഗുരുതരമായ രീതിയിൽ കണ്ട് കിട്ടിയാൽ മാത്രം നടപടിയെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള നടപടിയും ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും പോലീസ് നടപടികൾ ഇങ്ങനെയാണ് ഉണ്ടാകാറുള്ളത്. അത് അതിര് കവിഞ്ഞതോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് കൈവിട്ടു പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ നടപടി ആവശ്യമുള്ളൂ. ഇവിടെ അത്തരത്തിലുള്ള സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്. ഓക്കെ ഹരി, തുടരണം. ഞാനൊന്ന് അഭിജിത്തിലേക്ക് കൂടി പോയിട്ട് വരട്ടെ. അഭിജിത്ത്, ഇതിൽ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നമ്മൾ കണ്ടു. അതിൽ ആദ്യഘട്ടത്തിൽ പ്രചരിച്ചിരുന്നത് ഷാഫിക്ക് പരിക്ക് പറ്റിയില്ലെന്നുള്ളതാണ്. നമ്മളുടെ ദൃശ്യങ്ങൾ തന്നെ അത് പൊളിച്ചു കൊടുത്തു. പരിക്ക് പറ്റുന്നതും പോലീസ് അവിടെ മർദ്ദിക്കുന്നതും ഈ ബാറ്റിൻ വീശുന്നതും ഒക്കെ ദൃശ്യങ്ങളിലുണ്ട്. ഇപ്പോൾ പ്രചരിക്കുന്ന മറ്റൊരു ദൃശ്യം എന്ന് പറയുന്നത് UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അവിടെ സ്ഫോടക വസ്തു എറിഞ്ഞെന്നുള്ളതാണ്. നമുക്കത് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ആ സ്ഥലത്ത് അടുത്തുള്ള CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം തുടരുകയാണോ? ഇന്ന് മാർച്ചും ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു. ഒരു കാര്യം ഉറപ്പാണ്, പോലീസുകാർക്കെതിരെ നടപടി വരത്തില്ല. അതൊരു പക്ഷേ കൂടുതൽ പ്രകോപിപ്പിക്കില്ലേ UDFനെ? തീർച്ചയായും അരുൺകുമാർ, റൂറൽ SPയുടെ ഇന്നലെ നടത്തിയ പ്രതികരണം അത് കോൺഗ്രസുകാർക്ക് ഒരു ആയുധമായി മാറിയിട്ടുണ്ട്. കാരണം അവർ ഉന്നയിച്ച വാദമാണ് ആസൂത്രിതമായ ആക്രമണമാണ് ഷാഫി പറമ്പിൽ MPക്ക് നേരെ നടന്നത് എന്ന്. ഒരുപക്ഷെ ഈ റൂറൽ SPയുടെ വാദം കൂടി വരുമ്പോൾ അത് കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നത് കൂടിയാണ്. ബോധപൂർവം പോലീസുകാർ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് റൂറൽ SP ഇന്നലെ നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ സേനയ്ക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തിയുണ്ട് അരുൺകുമാർ. കാരണം ഒരു അന്വേഷണം റൂറൽ SPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എങ്കിൽ അത് പൂർത്തിയാകുന്നതിന് മുൻപ് ഈ ഉദ്യോഗസ്ഥരെ കുറ്റക്കാരാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സേനയ്ക്കുള്ളിൽ തന്നെയുള്ള സംസാരം. കാരണം ആ ഒരു സംഘർഷം ലഘൂകരിക്കുന്നതിനാവശ്യമായ നടപടികൾ മാത്രമേ
പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. അതിൽ കവിഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ബോധപൂർവമായ ഒരു ശ്രമം അവിടെ നടന്നിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇൻപുട്ട് അത് SP-ക്ക് ലഭിച്ചത് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. അതേസമയം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കോൺഗ്രസുകാർ ഇതിനെ ഒരു ആയുധമാക്കി മാറ്റുന്നുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോട്ടോ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ കോൺഗ്രസുകാർ കടക്കുന്നുണ്ട്. SP-യുമായി ബന്ധപ്പെടുമ്പോൾ പോലീസുകാരൻ പരാതി നൽകുകയാണെങ്കിൽ അതിലും ഒരു അന്വേഷണം നടക്കുമെന്ന് SP വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു കോൺഗ്രസ്. ഇന്നിപ്പോൾ വടകരയിൽ ഉൾപ്പെടെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസിനെതിരെ നടപടിയെടുക്കുക എന്നുള്ള ആവശ്യം തന്നെയാണ് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. താങ്ക് യു. അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്ന ഒരു ലാത്തി തോളിൽ കൂടി പോയപ്പോൾ ഇത്രയൊക്കെ നാടകങ്ങൾ വേണോ എന്നാണ് അനിൽ ചോദിക്കുന്നത്. പോലീസുകാരും മനുഷ്യരാണ്. കോൺഗ്രസുകാർ അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോലീസിന് നേരെ ചെല്ലുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നുള്ളതാണ്. അതൊക്കെ പൊതുജനത്തിന്റെ റിയാക്ഷൻസ്, പൊളിറ്റിക്കൽ റിയാക്ഷൻസ് ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ മാർച്ച് നടക്കുമ്പോൾ CPM-ന്റെ ഭാഗത്തുനിന്നും CPI-യുടെ ഭാഗത്തുനിന്നും BJP-യുടെ ഭാഗത്തുനിന്നും ഇതേപോലുള്ള പ്രതികരണങ്ങളാണ് കാണുന്നത്. നിങ്ങൾ ഈ മാർച്ചൊന്നും കാണാത്തതുകൊണ്ടാണ് കേട്ടോ. മാർച്ച് നടക്കുന്ന സമയത്ത് ഈ എല്ലാ കാലത്തും പോലീസുകാർക്കാണ് എല്ലാ പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നും ഈ പള്ളു കേൾക്കേണ്ടി വരുന്നതും ഈ പിടിച്ചുതള്ളൽ ഉണ്ടാവേണ്ടി വരുന്നതും. പരിക്കേറ്റ എത്ര പോലീസുകാരുണ്ടെന്നറിയാമോ? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സത്യമാണ്. വടകരയിൽ UDF-ഉം പോലീസും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. അവിടെ LDF-ഉം UDF-ഉം തമ്മിലല്ല. LDF-ലെ പ്രവർത്തകർക്ക് വലിയ പരിക്ക് പറ്റിയതായിട്ടുള്ള വിവരവും പുറത്തു വരുന്നില്ല. അപ്പോൾ അവിടെ വേണമെന്ന് വെച്ചാൽ കാര്യങ്ങൾ ഇരുകൂട്ടർക്കും കുറച്ചുകൂടി സംയമനത്തിൽ കൈകാര്യം ചെയ്യാമായിരുന്നു എന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം. പ്രകോപനം ഉണ്ടാക്കലല്ലോ നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യം. സമാധാനം വേണം എന്നുള്ളതാണല്ലോ. പോലീസുകാരൻ നൊന്ത് കാണും എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്. ഒരു പക്ഷേ ആയിരിക്കാം. അജി, നല്ല ശ്രോതാവാകുക എന്നത് വളരെ വലിയ കാര്യമാണ്. കാരണം ഇന്നും ചിലർ ജീവിച്ചിരിക്കുന്നത് കേൾക്കാൻ ആരൊക്കെയോ ഉള്ളത് കൊണ്ടാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും കേൾക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. പറയാനാണെങ്കിലോ നമുക്ക് ഒരുപാട് സമയം കിട്ടും.